വി പ്രസാദ് കൂടിയുണ്ട്. ടി വി പ്രസാദ്, ഒരു സഹായിയായി എത്തി ശബരിമലയിൽ പിന്നീട് ഒരു വലിയ സ്പോൺസറായി മാറുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കണ്ടത്. അതിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്നത് ഇപ്പോൾ കാണുന്ന കേസിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ ഇതടക്കം ഈ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൃത്യമായിട്ടുള്ള പങ്കെല്ലാം ഇതിനോടകം തന്നെ മനസ്സിലാകുന്നു. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അവരടക്കം ഈ സ്വർണ്ണ കൊള്ളയിൽ ഇതിൽ പങ്കുപറ്റി എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നു. ഇനിയും കൂടുതൽ പേരിലേക്ക് എത്തുന്നു. ഈ കൽപേഷ് എന്ന ഒരു കഥാപാത്രം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രം തന്നെ, അങ്ങനെ ഒരാൾ തന്നെ ഉണ്ട് എന്നതിലേക്കും. അപ്പോൾ ഈ കൽപേഷ് തന്നെയാണ്, കൽപേഷിന്റെ റോൾ എന്താണ്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയാണോ, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുടെ സഹായിയാണോ, എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യക്തത ഇനിയും വരാനുണ്ട്. ഇതിൽ ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം അടക്കം മുന്നോട്ട് പോവുക, ഇതിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന എന്ന കാര്യങ്ങളിലടക്കം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രുതി, ഇത് ഗുരുതര സ്വഭാവത്തിലേക്ക് പോകുന്ന ഒന്നായി മാറുകയാണ്. ഇതിനകം തന്നെ ശബരിമലയിൽ നടന്നത് വലിയ സ്വർണ്ണ മോഷണമാണ് എന്ന തെളിവുകളാണ് ഇതിനകം തന്നെ പുറത്തേക്ക് വന്നത്. ഇന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലും അത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഉള്ളത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരൊറ്റ വാചകമാണെങ്കിൽ പോലും പുറത്തു പറഞ്ഞതാണ്, എന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എന്നെ കുടുക്കിയവർ എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ 2007 മുതലാണ് ശബരിമലയിലേക്ക് വരുന്നത്. അവിടുത്തെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി വന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് ശബരിമലയിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരായ സാമ്പത്തികമായുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന നിലയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നത്. പിന്നീട് അവരിൽ നിന്ന് 5000 രൂപ 10000 രൂപ അങ്ങനെ പിരിച്ചെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിൽ ചില തട്ടിപ്പുകളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെയുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ ദേവസ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ദേവസ്വത്തിന്റെ സ്വത്ത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ കൊടുത്തതിന് പിന്നാലെ ദേവസ്വം ബോർഡ് അതെങ്ങനെയാണ് പാസാക്കി ഉത്തരവിറക്കുന്നത്? എങ്ങനെയാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി വെറും ചെമ്പുപാളിയായി മാറുന്നത് എന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം അവിടുത്തെ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അവിടെ ഭരണമേൽപ്പിച്ച ഭരണ ചുമതല ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് കട്ടിളപ്പാളിയുടെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി ദേവസ്വം വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ടത് ഉദ്യോഗസ്ഥരെ കൂടാതെ ആരൊക്കെയാണ് ഭരണസമിതിയിലുള്ളത്. ഇതിനകം പോറ്റി കൊടുത്ത മൊഴിയെന്ന് പറയുന്നത് ഉരുക്കിയ സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതം വെച്ച് നൽകി എന്നുള്ളതാണ്. അത് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ ശബരിമലയിലെ നേരത്തെ 98-ലും 99-ലും വലിയ പൊതിഞ്ഞ സ്വർണമുള്ള ഭാഗങ്ങൾ എവിടെയാണുള്ളത്? എവിടെ വെച്ചാണ് അത് ഒരുക്കിയത്? അതിന്റെ ഒറിജിനൽ ഭാഗങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ശബരിമലയിലുള്ളത് പൂർണ്ണമായും ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അതല്ലെങ്കിൽ നേരത്തെ വിജിലൻസ് പറഞ്ഞതുപോലെ ശരിയല്ലാത്ത സ്വർണം ഉപയോഗിച്ച് പൂശിയതാണോ ഇപ്പോഴും അവിടെ ഉള്ളത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ വ്യക്തത വരണമെങ്കിൽ ഈ പറയുന്ന നാളെ മുതലുള്ള 13 ദിവസം അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമാണ്. സന്നിധാനത്ത് തുടങ്ങി ചെന്നൈയിലും ബംഗളൂരുവിലും അതുപോലെ ഹൈദരാബാദിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകേണ്ടി വരും. അവിടെ മഹസറുകൾ എഴുതണം, തെളിവെടുപ്പ് നടത്തണം, കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കണം. ഇനി 5 ആഴ്ച മാത്രമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്ത സമയം ബാക്കിയുള്ളത്. ഈ 5 ദിവസത്തിനകത്ത് എന്താണ് ശബരിമലയിൽ നിന്ന് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കൊടുത്തില്ല എങ്കിൽ ഉറപ്പായും ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളിലേക്കും. കാരണം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്ന ഉത്തരവ് മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കണം. അതിന് മേൽനോട്ടം വഹിക്കേണ്ടത് ADGP H വെങ്കടേഷ് ആണെന്ന് പറഞ്ഞു. അതിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥൻ ശശിധരനാണെന്ന് പറഞ്ഞു. അങ്ങനെ പേരെടുത്തുകൊണ്ടുള്ള അന്വേഷണ സംഘത്തെ തയ്യാറാക്കിയത് പോലും ഹൈക്കോടതിയാണ്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ ഒരു തെറ്റ് പറ്റാതിരിക്കാനുള്ള വലിയ ശ്രമം പ്രത്യേക അന്വേഷണ
അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകും. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ് ഭരണസമിതി അംഗങ്ങളിലേക്ക് പോകുമ്പോൾ, CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അന്വേഷണം പോവുക എന്നുള്ളത് കാത്തിരിക്കുകയാണ് കേരളം. ഏത് രീതിയിൽ പോകും എന്നറിയാൻ ശ്രുതി. തീർച്ചയായിട്ടും അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്ന് കാത്തിരിക്കുക തന്നെയാണ് ഇനി.